നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുദ്ധത്തിന്റെ കൊടിയ ദുരിതങ്ങൾക്കിടയിൽ ഞെരുങ്ങി ജീവിക്കുന്ന ഗാസയെ ഫ്രാൻസിസ് പാപ്പ അനുദിനം ഓർക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുമായി ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിറ്റ്സാബെല്ല ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് മാർപ്പാപ്പ ഫോൺ ചെയ്ത് അവസ്ഥ അന്വേഷിക്കാറുണ്ടെന്ന് എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ഇന്റർനാഷണൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിറ്റ്സാബെല്ല വെളിപ്പെടുത്തി. ഗാസയിലെ ഹോളി ഫാമിലി ചർച്ചിലെ കുട്ടികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ മുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നതെന്നും കർദിനാൾ പറഞ്ഞു. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 3, 4, 5 തീയതികളിലായി കോതമംഗലം രൂപതയുടെ ആതിഥേയത്വത്തിൽ നടത്തപ്പെടാനിരിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ലോഗോ പ്രകാശനം യൂത്ത് കമ്മീഷൻ ചെയർമാൻ റെവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് പിതാവും യൂത്ത് കമ്മീഷൻ വൈസ് ചെയർമാൻമാരായ റെവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പസ്, മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. KCYM സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ്, സെക്രട്ടറിമാരായ അഗസ്റ്റിൻ ജോൺ JC, സുബിൻ K സണ്ണി, സംസ്ഥാന ഡയറക്ടർ റെവറൻഡ് ഫാദർ സ്റ്റീഫൻ ചാലക്കര, KCYM കോതമംഗലം രൂപത പ്രസിഡന്റ് ജെറിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. യുദ്ധങ്ങളാൽ ഏറെ കലുഷിതമായ ലോകത്തിൽ സ്നേഹവും നീതിയും ഐക്യവും പുനഃസ്ഥാപിക്കണമെങ്കിൽ യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി ഏറെ ആവശ്യമാണെന്ന് ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം വെളിപ്പെടുത്തിയത്. ക്രിസ്തുവിന്റെ ഹൃദയം ഒരു വഴിയാണ്, അതൊരു ദാനമാണ്, അതൊരു കണ്ടുമുട്ടലാണ്. അവിടെ നമുക്ക് ആരോഗ്യവും സന്തോഷകരവുമായ രീതിയിൽ ആശയവിനിമയം നടത്താനും ഈ ലോകത്തിൽ സ്നേഹത്തിന്റെയും നീതിയുടെയും രാജ്യം കെട്ടിപ്പടുക്കാനും കഴിയുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വടക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ സായുധ സേനയും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സൈനിക അട്ടിമറിക്ക് ശേഷം അധികാരം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള ആഭ്യന്തര യുദ്ധം 2ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടയിൽ കത്തോലിക്ക മെത്രാന് ക്രൂരപീഡനം. എൽ ഒബീദ് രൂപതാധ്യക്ഷനായ ബിഷപ്പ് യുനാൻ ടോംബെ ട്രില്ലെ കുക്കുവെൻഡാലിയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ക്രൂരമായ പീഡനത്തിനിരയായത്. ജോസഫ് എന്ന ഒരു ഡീക്കനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന കൊടിയ പീഡനത്തെക്കുറിച്ച് ബിഷപ്പ് ടോംബെ തെക്കൻ സുഡാനിലെ ടോംബുരായാംബിയോ രൂപതാധ്യക്ഷനായ ബിഷപ്പ് എഡ്വേർഡ് ഹിബോറോ കുസാലയെ അറിയിക്കുകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പം സഭാവിശേഷങ്ങൾ ചർച്ച ചെയ്ത് കർദിനാൾ ഉപദേശക സംഘം, പ്രാദേശിക സഭകളും സഭാ കൂട്ടായ്മകളും തമ്മിലുള്ള ബന്ധം, മെത്രാൻമാരുടെ സിനഡ്, സഭയിൽ സ്ത്രീകളുടെ സ്ഥാനം, വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധികളുടെ സ്ഥാനം, ലോകം അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായി. സീനയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപദേശക കൗൺസിൽ പ്രസിഡന്റും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഉൾപ്പെടെ സമിതി അംഗങ്ങൾ എല്ലാവരും ചർച്ചകളിൽ പങ്കെടുത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.